ചുമപ്പ് കളറ് കാബേജ്, വയലറ്റ് കളറ് കാബേജ് ഞാൻ നട്ടു വെച്ചത്. പക്ഷേ അത് എലി കൊണ്ട് വേര് പിടിച്ച് കഴിഞ്ഞേ അതുകൊണ്ട് പച്ച കാബേജ് നട്ടു, ഗ്രീൻ കളർ കാബേജ്. അപ്പം രണ്ടും വേര് പിടിച്ചു കേട്ടോ. വയലറ്റ് കളറ് അത് മണ്ണിൽ നട്ടു നോക്കി, അപ്പോൾ എലി എന്നും കൊണ്ടുപോയി തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളത്തിൽ വേര് പിടിപ്പിച്ചു ഗ്രീൻ കളറ് കാബേജ്. ഇങ്ങനെ മണ്ണിൽ നട്ടു വെക്കുക, എലി എന്നും വന്ന് മാന്തി എടുക്കും. ഞാൻ പിന്നെയും നട്ട് വെക്കും കണ്ടോ. വേര് പിടിച്ച് വരുന്ന കണ്ടോ, സൂക്ഷിച്ച് നോക്കിയ കൂട്ടുകാരെ കണ്ടോ, ഒരു വേര് വന്നു. കാബേജിൻ്റെ നമുക്ക് തണ്ടാണേ, വയലറ്റ് കാബേജ്, അങ്ങനെ വെള്ള കാബേജും. കണ്ടോ വേര് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നേ. കണ്ടോ ഇത്രയും വേര് പിടിച്ചേ. അങ്ങനെ വയലറ്റ് കാബേജും ഗ്രീൻ കളർ കാബേജും വേര് പിടിച്ചു. കറി വെച്ചതിൻ്റെ ബാക്കി തണ്ട് കണ്ടപ്പോൾ കണ്ടോ വേര് പിടിച്ചേക്കുന്നുണ്ട്. ഇത് എലി കളഞ്ഞാണ്, അപ്പം ഞാൻ വീഡിയോ എടുത്ത. എലിക്ക് ഭയങ്കര ശല്യമാണ്. കാബേജ് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരു വേര് വന്നു, 2-3 പേര് വരാൻ തുടങ്ങിയപ്പോഴത്തേനും എലി കൊണ്ടുപോയി. ഭയങ്കര എലിശല്യാണ്. ഉണ്ടോ എങ്ങനെയാണ് നട്ടു വെച്ചത്. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്, മണ്ണിൽ കുറച്ച് താത്താൽ മതിയേ. മണ്ണിൽ മുട്ടിയിരിക്കുന്ന പോലെ ഇച്ചിരി താത്താൽ മതി. വലിയ കാര്യത്തിന് നട്ടു നോക്കി, ഒരു വീഡിയോ കണ്ടിട്ടേ ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് വയലറ്റ് കാബേജ് കണ്ടോ. ഇത്രയും ചെറുതാണ് ഞാൻ മേടിച്ചത്. കറി വെച്ചതിൻ്റെ ബാക്കി താഴ്ഭാഗം അടിഭാഗം നമ്മൾ ഇങ്ങനെ നട്ടു നോക്കാം. കണ്ടിച്ചാണ് ഞാൻ നട്ടു വെച്ചേ. ഹലോ കൂട്ടുകാരെ, കാബേജ് നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിച്ച തൈകൾ ഉണ്ടാക്കാം. കാബേജ് വെള്ളത്തിൽ വേര് പിടിപ്പിക്കാവേ, എന്നിട്ട് തൈകൾ ഉണ്ടാക്കാം. മണ്ണും വിത്തും ഇല്ലാതെ കാബേജ് തൈകൾ നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി, അപ്പോൾ ശരിയായി. കേട്ടോ എന്തുമാത്രം വേരാ വന്നേക്കെന്ന് നോക്കാം. കേട്ടോ പല തൈകളുണ്ട്, നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഒരു തൈ ഒന്നുമല്ല, 2-3 തൈകളുണ്ട്. കണ്ടോ ധാരാളം വേരുകളുണ്ട് കണ്ടോ. ദിവസവും വെള്ളം മാറണം. പിന്നെ ഒരു ദിവസം എനിക്കില്ലേ ആശുപത്രി പോകേണ്ടി വരുന്നു. സുഖമില്ലാതെ 10-15 ദിവസം ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഇല്ല, ഞാനോർത്ത് ഇതെല്ലാം പോയി കാണുന്നു, ചീഞ്ഞു പോയി കാണുന്നു. പക്ഷേ ഒന്നും ചീഞ്ഞു പോയില്ല. വന്നപ്പോൾ നിറയെ വേരുമായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. അങ്ങനെ 15 ദിവസം വെള്ളം മാറാതിരുന്നിട്ടൂടെ കേടായില്ല. എന്നാലും എന്നും വെള്ളം മാറുവാണെങ്കിൽ പെട്ടെന്ന് വളരും കേട്ടോ. കണ്ടോ വളർന്നു വരുന്ന കണ്ടോ. അങ്ങനെ കാബേജ് നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിച്ച് തൈകളുണ്ടാക്കാം. നമ്മൾ കറി വെക്കാൻ എടുക്കുന്നതിൻ്റെ കുറേ ഭാഗം എടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. ഈ നമുക്ക് വാവട്ടമുള്ള ഒരു പാത്രത്തിന് നിൽക്കാമെന്ന് മാത്രം
ഒത്തിരി താന്നും പോകരുത്. വെള്ളത്തിൽ മുട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ വേണേ. കണ്ടോ, നിറയെ വേര് വന്നു. കണ്ടോ, വേറെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് നോക്കി. കണ്ടോ, അതിന് ഇച്ചിരി വേര് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് കാബേജാണ് ഞാൻ മേടിച്ചത്. പരീക്ഷണം ചെയ്യാൻ വേണ്ടി തന്നെ പോയി കടയിൽ നിന്ന് മേടിച്ച. കുറേ നമുക്ക് കണ്ടോ, ഇത്ര എടുത്തതേ ഉള്ളൂ. ആ കുപ്പിയിൽ ആ ഭരണിയിൽ പാകത്തിന് ഇരിക്കാവുന്ന പോലെ. ബാക്കിയെല്ലാം നമുക്ക് കറി വെക്കാം. കുറേ നാളിരിക്കും, 1 മാസത്തോളം ഇരിക്കും കേട്ടോ. നമുക്ക് ക്ഷമയോടെ നോക്കിയിരിക്കണം. ഓരോ ദിവസവും വെള്ളം മാറി മാറി നോക്കുക. ഞാൻ ഇത് മൊത്തം കഴുകിയായിരുന്നേ. ഇതിൻ്റെ മേലെയും വെള്ളം ഒഴിക്കും, എന്നിട്ട് കഴുകും. പയ്യെ കൈ കണ്ടേ, അടിഭാഗവും എല്ലാം കഴുകിയിട്ട്. കണ്ടോ, മുളച്ച് വരുന്ന കണ്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വേര് വന്ന് മുളയ്ക്കും. 1 മാസത്തോളം ആകുമ്പോൾ നല്ലപോലെ വേര് വരും. കണ്ടോ, ഞാൻ എന്നിട്ട് അത് ചട്ടി നട്ടു വെച്ചു. ഇച്ചിരി മണ്ണെടുത്ത് നട്ടാൽ മതിയേ. ഇനി പിടിച്ചെങ്കിൽ ഞാൻ പിന്നെ വേറെ വീഡിയോ ഇടാവേ. വേറെ ഒരു വയലറ്റ് കളറുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ വെച്ചു, മണ്ണിൽ കൊണ്ടേ നട്ടു. എന്നിട്ടില്ലേ, ഇവിടെ ഭയങ്കര എലി ശല്യമാണ്. എലി അത് മാന്തി, എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു കാവേജ്. എലി മാന്തി എന്നും കളയും. ഞാൻ പിന്നെയും നട്ട് വെക്കും, പിന്നെയും അത് കളയും. അങ്ങനെ അത് ആശുപത്രി പോയിട്ട് വന്നത്തേന് എലി മുഴുവൻ തിന്നു. അതിൻ്റെ ഒന്നും കാണാനില്ല. അത് ഞാൻ ഈ വീഡിയോ കാണിക്കാവേ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് തന്നെ വളർത്തി. മറ്റേ ഞാൻ മണ്ണിൽ നട്ടായിരുന്നു, അത് വേര് പിടിക്കുമെന്നറിയാൻ വേണ്ടി. അതും വേര് പിടിച്ചായിരുന്നു കേട്ടോ. കറി വെച്ചതിൻ്റെ ബാക്കി മതി, തണ്ട് മാത്രം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. കണ്ട മുള വരുന്ന കണ്ട കൂട്ടുകാരെ. ഇത് ചെറുത്, ഇത് പിടിക്കാമെന്നാണ് ഞാൻ ഓർത്ത. എന്നിട്ടും ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ അത് മുള വന്നു. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഇനി കറി വെച്ചിട്ട് തണ്ട് കളയണ്ട കൂട്ടുകാർ, ഇങ്ങനെ നട്ടു നോക്കുകയും. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലപോലെയായി. കണ്ടോ മുള, കണ്ടോ ഓരോ വശത്തൂടെ വരുന്ന കണ്ടോ മുള. കണ്ടോ, വേര് തീരെ നൈസായ വേരാ. മണ്ണിലോട്ട് നട്ട് കഴിയുമ്പോൾ നല്ല ബലം പ്രാപിക്കും. ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് ഞാൻ നോക്കിയതാണ്, പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ കൂട്ടുകാരെ. ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് സൂര്യപ്രകാശം ഇങ്ങനെ വെളിച്ചമുള്ളിടത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അങ്ങപ്പുറത്തൂടെ വെളിച്ചം വരുമല്ലോ. ഞാനിവിടെ അടുക്കളയിൽ ഒരു ജനലിൻ്റെ കോണിലാണ് വെച്ചിരുന്നത്. വെള്ളം മാറുമ്പോൾ കുപ്പി മാറുക, കുപ്പി കഴുകുക. ഈ കാബേജിൻ്റെ അടിഭാഗം തണ്ട് ഭാഗം നല്ലപോലെ കഴുകുക. കണ്ടോ, 2-3 ഉണ്ട് നട്ടു. പിടിച്ചു വരുമ്പോൾ ഞാൻ വീഡിയോ ഇടാം.
വയലറ്റ് കാബേജ് നട്ടതും അതിൻ്റെ വേര് പിടിച്ചോ ഈ വീഡിയോ കാണിക്കാവേ. ഇപ്പോൾ 3-4 തൈയുണ്ട്. അത് കട്ട് ചെയ്ത് നമുക്ക് നടാം. കേട്ടോ, കാബേജിൻ്റെ കളറൊക്കെ വന്നില്ലേ? ഈ ചെറുത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇലകളൊക്കെ വന്ന് കണ്ടോ കൂട്ടുകാരെ? ഇനി ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കാം. കേട്ടോ, ഓരോ ദിവസം ഞാനിങ്ങനെ എടുത്ത് നോക്കുവേ. കറുപ്പ് കളർ വന്നാലും കുഴപ്പമില്ല, നല്ല തൈകൾ വരും. കറുപ്പ് കളർ വന്ന നോത്ത് നിങ്ങൾ എടുത്ത് കളയരുത്. കളയാതെ ക്ഷമയോടെ നോക്കിയിരുന്ന തൈകൾ വരുന്ന കാണാം. തൈകൾ ചെറുതായിട്ടുണ്ടായി വരും. ഇതിന് വേര് പോകാതെ കട്ട് ചെയ്തെടുക്കണം. 3-4 കട്ട് ചെയ്തെടുക്കുക ഓരോ തൈകൾ. കണ്ടോ, തൈകൾ കണ്ടോ? ദിവസവും വെള്ളം മാറിയില്ല ഒരു മണം ഉണ്ടായിരിക്കും, ബാഡ് സ്മെല്ല്. അതുകൊണ്ട് വെള്ളം മാറുന്നതാണ് നല്ലത്. വേറെ ഒരു വളം ചെയ്തിട്ടില്ല, വെള്ളത്തിലൊന്നും ചെയ്തിട്ടില്ല. പച്ച വെള്ളം മാത്രം, അതായത് തണുത്ത വെള്ളം. ദിവസം മാറുമ്പോൾ ചിരിച്ച കൂടുതൽ വളരുന്ന കാണാവേ. നല്ല ഉണർവോടെ ഇരിക്കുന്ന കാണാം ചെടി തയ്യേ. നട്ടിട്ട് ഷെയ്ഡ് വെച്ചാൽ മതി. ആദ്യത്തെ ദിവസം നടുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കാവൂ കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് ചിലപ്പം ചീഞ്ഞു പോകും. കണ്ടോ, ഇല വന്ന് നല്ല തളിർത്ത് നിൽക്കുന്നു. വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ മേലെ വെച്ചാൽ മതി കേട്ടോ. ഇലയിലൊന്നും വെള്ളം മുട്ടരുണ്ട. തണ്ടേ മാത്രമേ വെള്ളം മുട്ടിയാൽ മതി. കണ്ടോ, ഇച്ചിരി വെള്ളം മതി. വേരുണ്ടായ പിന്നെ വേര് വെള്ളത്തിൽ കിടന്ന് വളർന്നോളും. അങ്ങനെ പച്ചക്കറിയൊക്കെ നമുക്കിങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ഈ ബ്രോക്കോളി ഒന്ന് പരീക്ഷിച്ച് നോക്കണം.
അത് പിടിച്ചെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കാവേ. കണ്ടോ, ഇത്രയും ഭാഗമാണ് മുറിച്ച് നട്ടത്. കണ്ടോ, മുട്ടിയില്ലെന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ ഇങ്ങനെ വെക്കണം. ഇത്രയും ഭാഗം മുറിച്ച് വെച്ചാൽ മതിയേ. കണ്ടോ, ഇവിടെ കണ്ടോ തൈകളുണ്ടായി വരുന്നു. അപ്പം കറി വെക്കുന്നതിൻ്റെ ബാക്കി കുറച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതിലെല്ലാം മുള വരിക, ഭാഗത്തെ തണ്ടിൻ്റെ ഇതിലെല്ലാം വേര് വരുവേ. നമുക്ക് അടുക്കള ജനലിൻ്റെ അടുത്താകുമ്പോൾ എന്നും ദിവസവും അടുക്കള വരുമ്പോൾ നോക്കാമല്ലോ. അതുകൊണ്ട് അടുക്കളയുടെ ഭാഗത്ത് വെക്കാൻ പറഞ്ഞു. കണ്ടോ, ഇങ്ങനത്തെ ചെറിയ ഭാഗം അതിൻ്റെ മുകളിലത്തെ പോള പൊളിച്ച് കളയാം. ഇതുകൊണ്ടോ മണി നട്ടേക്കുന്നുണ്ടോ. ഇത് ചാണകപ്പൊടിയൊക്കെ ഇട്ട മണ്ണാണ്. നല്ല ഇളക്കമുള്ള മണ്ണ് വേണേ. ചട്ടിക്ക് നല്ല ഹോളും വേണം. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.